അനുരാഗലേഖനം മനതാരിലെഴുതിയ പ്രിയതമനെവിടെ തോഴി. പോയ കാലത്തെ സംഗീത നഭസിലെ നക്ഷത്ര തിളക്കമായിരുന്ന ഒരു പാട്ടുകാരിയെ തേടിയായിരുന്നു ഈ യാത്ര. അതെ, മലയാളം ഇപ്പോഴും ഓർമ്മിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഗായിക ഇവിടെയാണുള്ളത്. പി സുശീലാദേവി എന്ന മലയാളത്തിന്റെ സ്വന്തം പാട്ടുകാരി. റേഡിയോ ശ്രോതാക്കൾ ഇന്നും ഹൃദയത്തിൽ താലോലിക്കുന്ന നിരവധി ലളിതഗാനങ്ങൾക്ക് സ്വരമധുരം പകർന്ന ഗായികയാണിവർ. പേരെടുത്ത ഒരു സിനിമാ പാട്ടുകാരി. എന്നിട്ടും ഇവിടെ ഇതാ പ്രശസ്തി പലതുള്ള ഒരാൾ ഒരു പ്രഭാവലയവുമില്ലാതെ ഒതുങ്ങി മാറി നിൽക്കുന്നു. പക്ഷേ അപ്പോഴും സ്മൃതിമധുരമായ തന്റെ പാട്ടുകളെ ചുണ്ടോട് ചേർത്ത് വയ്ക്കുകയാണ് സുശീലാദേവി. ശ്രീവൃക്ഷപ്പൂമെത്ത വിരിച്ചതിൽ നീരിക്കൂ ശ്രീരാമചരിതം പാടി. അമ്മ നന്നായി പാടുമായിരുന്നു, അമ്മയുടെ അമ്മ പാടുമായിരുന്നു. അച്ഛൻ പാട്ടിലേക്ക് അധികം ശ്രദ്ധിച്ചില്ലെങ്കിലും നല്ലപോലെ അച്ഛന് ജ്ഞാനമുള്ള ആളാണ്. പക്ഷെ അച്ഛൻ കൂടുതലും ഈ പോയട്രി കവിതകളിലേക്കാണ്, കവിത ചൊല്ലിക്കുന്നതിലാണ് അച്ഛൻ കൂടുതൽ ആനന്ദം കണ്ടിരുന്നത്. പക്ഷേ എങ്കിലും പാട്ടുമുണ്ട് രണ്ടും. അപ്പോൾ ഇതിൽ നിന്നായിരിക്കണം എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ എല്ലാ സഹോദരന്മാർക്കും, എൻ്റെ മൂത്ത ബ്രദർ ബിച്ചു തിരുമല തൊട്ട് ഏറ്റവും ഇളയ അനിയത്തി ജയലക്ഷ്മി വരെ എല്ലാവരും നന്നായി പാടും. എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു മരിച്ചുപോയ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ സാർ, മൃദംഗത്തിൻ്റെ. അദ്ദേഹത്തിനോട് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് അദ്ദേഹം ഏർപ്പാടാക്കി തന്നതാണ് രാമസ്വാമി എന്ന് പറഞ്ഞ സാറിന്. സാറ് കൊല്ലംകാരനായിരുന്നു. അങ്ങനെ 12ാമത്തെ എൻ്റെ വയസ്സിൽ എൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെയാണ് 2-2.5 വർഷക്കാലം 3 വർഷക്കാലത്തോളം ഉണ്ടായിരുന്നു. ആ 3 വർഷക്കാലവും എൻ്റെ വീട്ടിൽ താമസിപ്പിച്ച് എന്നെയും ചേട്ടനെയും ബിച്ചുവേട്ടനെയും ഒന്നിച്ചാണ് പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയത്. പാട്ടും സംഗീതവും സിരകളിൽ നിറച്ച സംഗീത യാത്രയായിരുന്നു പിന്നീട്. പതിറ്റാണ്ടുകൾ താണ്ടിയ യാത്ര. ഇതിനിടയ്ക്ക് സുശീലാദേവി എന്ന പാട്ടുകാരിക്കു മാത്രം പാടാനായി കാലം ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ എത്രയോ ഏറെയുണ്ടായി. അവയെല്ലാം ഈ ഗായികയുടെ സ്വരമുദ്രയണിഞ്ഞ് ശ്രോതാക്കളുടെ കാതുകളിൽ തേന്മഴ പെയ്ച്ചു. എൻ്റെ അച്ഛൻ നല്ലോണം കവിത എഴുതുമായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ അതുപോലെ പ്രസിദ്ധനായ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളായിരുന്നു. അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറായിരുന്നു. അന്ന് പിന്നെ പ്രൊഫസർക്ക് പറയുന്നത് വിദ്വാൻ എന്നായിരുന്നു. അപ്പം അദ്ദേഹത്തെ വിദ്വാൻ CI ഗോപാലപിള്ള എന്നാണ് അറിയപ്പെടുന്നത്. അത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇന്നും അപ്പൂപ്പനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. കവിതയൊക്കെ ചൊല്ലുമ്പോൾ അപ്പൂപ്പനും അമ്മായിയും അച്ഛനും കൂടെ ഇരുന്നാണ് ഇതിനെ ചിട്ടപ്പെടുത്തി കറക്റ്റാക്കി ഞങ്ങളെ വിട്ടിട്ടുള്ളത്. ബോധേശ്വരൻ സാർ എഴുതിയ ജയ ജയ കോമള കേരള ധരണി, ഇതാണ് ഞാൻ ആദ്യം മൈക്കിൻ്റെ മുമ്പിൽ എൻ്റെ 5ാം വയസ്സിൽ എന്നെ ഒരു മേശപ്പുറത്ത്, അന്നത്തെ മൈക്കെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലത്തെ അല്ലല്ലോ, ഇത്രയുള്ള വലിയ മൈക്കാണെന്ന്. അന്ന് എനിക്ക് ആ മൈക്ക് എത്ര താത്തിയാലും എനിക്ക് പൊക്കമില്ല, പറ്റുന്നില്ല. അതുകൊണ്ട് എന്നെ ഒരു മേശപ്പുറത്ത് കയറ്റി നിന്ന് മൈക്ക് പൊക്കി വെച്ചെന്ന് അതിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ പാടുന്നത്. ഒരു പാട്ടുകാരി എന്ന നിലയിൽ ഒരുപാട് ആളുകളുടെ അനുമോദനങ്ങൾ നേടിയെടുത്ത ശേഷമായിരുന്നു സുശീലാദേവി റേഡിയോയിൽ പാടാൻ ചെല്ലുന്നത്. ആദ്യ ഊഴത്തിൽ ശബ്ദം നന്നല്ലെന്ന പരിഹാസം കേട്ട് നിരാശപ്പെട്ട് മടങ്ങേണ്ടി വന്നുവെങ്കിലും പിൽക്കാലത്ത് ആകാശവാണിയിലെ താരപരിവേഷമുള്ള ഗായികമാരിൽ ഒരാളായി മാറി സുശീലാദേവി. കേരളം ഏറെ കേട്ട ശ്രുതിമധുര ഗാനങ്ങൾ പലതും ഈ ഗായികയുടെ സ്വരശുദ്ധി അണിഞ്ഞവയായിരുന്നു. കാലത്തിനിപ്പുറം പുതിയ തലമുറയ്ക്കും പ്രിയങ്കരമായി മാറി സുശീലാദേവിയുടെ പാട്ട്. കൂടുതലും ഞാൻ അറിയപ്പെടുന്നത് പിന്നണി ഗായിക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ലളിതഗാനത്തിൻ്റെ പാട്ടുകാരി എന്നാണ്. അത് അതിലും ഭയങ്കര അഭിമാനം എനിക്കുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ലളിതഗാനത്തിൽ കൂടിയാണ് ഞാനെന്നൊരു ഗായിക ഇത്ര വേറെ പുറത്തേക്ക് വന്നത്, അറിയപ്പെടാനിടയായത്. എല്ലാവർക്കും ഇപ്പോഴും ലളിതഗാനം എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ആദ്യം ഓർമ്മ വരും. അങ്ങനെ ഒരു തലം ഉണ്ടാക്കണം. അതിനെന്നെ സഹായിച്ചത് ആകാശവാണിയിലെ സംഗീത സംവിധായകരാണ്. ആകാശവാണിയിലെ സംഗീത സംവിധായകരെന്ന് പറയുമ്പോൾ അതിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഈ ഇടയ്ക്ക് മൺമറഞ്ഞു പോയ ശ്രീ MG രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ മൺമറഞ്ഞ് നമ്മുടെ മുകളിൽ നിൽക്കുന്ന തൃശ്ശൂർ പി രാധാകൃഷ്ണൻ സാർ. തൃശ്ശൂർ പി രാധാകൃഷ്ണൻ സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആകാശവാണിയിൽ കയറാനിടയായത് അദ്ദേഹം കാരണമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഓൾ ഇന്ത്യ ലെവലിലുള്ള കോമ്പറ്റീഷനുണ്ടല്ലോ, ആകാശവാണി സംഗീത മത്സരം ഇപ്പോഴും നടക്കുന്നുണ്ട്. എനിക്കങ്ങനെയൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ആദ്യം അവിടെ ആകാശവാണി ചെല്ലുന്ന ഒരു ഓഡീഷന് വേണ്ടിയിട്ടാണ്. പക്ഷേ എൻ്റെ ഓഡീഷൻ കഴിഞ്ഞപ്പോൾ അവർ എന്നെ എൻ്റെ വോയിസ് കൊള്ളൂല,
പറ്റില്ല എന്നും പറഞ്ഞ്, നല്ല സൂട്ടബിൾ അല്ല എന്ന് പറഞ്ഞു. കൊള്ളൂല്ല എന്ന് പറയുന്നില്ല, സൂട്ടബിൾ അല്ല എന്ന് പറഞ്ഞാൽ തള്ളി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ തൃശ്ശൂർ പി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടിക്ക് ആ മത്സരത്തിലൊന്ന് പങ്കെടുത്തുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഓഡീഷനെ കിട്ടുന്നില്ല, പിന്നെ ഈ മത്സരത്തിന് ആൾ ഇന്ത്യ ലെവലിലുള്ള മത്സരം എവിടെ കിട്ടാൻ എന്നുള്ളൊരു ധാരണയായിരുന്നു എനിക്ക്. സാറിനോട് പറഞ്ഞില്ല, പക്ഷേ സാറ് പറഞ്ഞ് ഞാൻ അക്ഷരം പ്രതി അനുസരിച്ചു. എന്നോട് പറഞ്ഞൊരു പക്ക ലളിതഗാനവും പാടണം, ഒരു ലൈറ്റ് ക്ലാസിക്കലായിട്ടുള്ള ഒരെണ്ണവും പാടണം. അപ്പോൾ ലൈറ്റ് ക്ലാസിക്കലായിട്ടുള്ള ഒരു ഭജൻ സാറ് തന്നെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് സെലക്ഷൻ കിട്ടി. ഇവിടുത്തെ പ്രിലിമിനറി കഴിഞ്ഞാൽ പിന്നീട് ഇത് അങ്ങോട്ട് പോകണം, ഇവിടെ ഡൽഹിക്ക് പോകണം ലാസ്റ്റിൽ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ സൗത്ത് സോൺ നോർത്ത് സോൺ സെപ്പറേറ്റ് ആണ്. അന്നതൊന്നുമില്ല, അന്ന് എല്ലാം കൂടെ ഒറ്റയടിക്ക് ഒന്നേ ഉള്ളൂ, ഒരൊറ്റ ഇതേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് നേരെ ഡയറക്റ്റ് ഡൽഹി ചെന്നു. അപ്പം ഞാനിതൊന്നും എനിക്ക് കിട്ടുന്നുള്ള യാതൊരു ഹോപ്പും ഇല്ല. അങ്ങനെ ഒരു ദിവസം സുപ്രഭാതത്തിൽ ഒരാൾ എന്നെ വിളിക്കുന്നത് മറ്റാരുമല്ല, പ്രൊഫസർ വി ആനന്ദക്കുട്ടൻ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വൈഫ് കമലം ചേച്ചി എന്നെ വിളിച്ചിട്ട് പറയുന്നു, കോളടിച്ചല്ലോ, പേപ്പർ വായിക്കും നോക്കുകയെന്ന് പറഞ്ഞു. പേപ്പറിൽ കണ്ട പ്രൈസ് ആകാശവാണിയുടെ സംഗീത മത്സരത്തിൽ സുശീലയ്ക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. ഞാൻ പേപ്പർ എടുത്ത് അപ്പോഴാണ് നോക്കണേ. അപ്പോൾ ശരിയാണ്, എനിക്ക് ഫസ്റ്റ്. സെക്കൻഡ് പ്രൈസ് മധ്യപ്രദേശിലൊരു മാലിനി ദത്ത എന്ന് പറഞ്ഞൊരു കുട്ടിക്കാണ് കിട്ടിയത്. അതും എനിക്ക് ഓർമ്മയുണ്ട്, സെക്കൻഡ് പ്രൈസ്. അപ്പോൾ അന്നത്തെ ഇതനുസരിച്ചെന്ന് പറഞ്ഞാൽ ആകാശവാണിയിൽ ഒരു പ്രത്യേകിച്ച് റീ ഓഡീഷൻ വേണ്ട, ഈ പ്രൈസ് വിന്നേഴ്സിന് അവർക്ക് അവിടെ ആർട്ടിസ്റ്റായിട്ട് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആകാശവാണിയിൽ ആർട്ടിസ്റ്റായിട്ട് കയറുന്നത്. റേഡിയോ ഗായിക എന്ന നിലയിൽ ലളിതഗാന ശാഖയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ആളാണ് ഈ ഗായിക. ലളിതഗാനങ്ങളെ ജനപ്രിയ ഗാനങ്ങളാക്കുന്നതിൽ ഈ ഗായികയുടെ ആലാപന സൗന്ദര്യം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആകാശവാണിയിലെ പേരെടുത്ത സംഗീത സംവിധായകരുടെ ഇഷ്ടഗായികയായിരുന്നു ഇവർ. ലളിതഗാനത്തിൻ്റെ ഒരു പാട്ടുകാരി എന്നുള്ള ഒരു കെയർ ഓഫ് എനിക്ക് ഉണ്ടാക്കി തന്നത് തീർച്ചയായിട്ടും എം ജി രാധാകൃഷ്ണൻ ചേട്ടനാണ്. എനിക്കത് മറക്കാൻ പറ്റൂല, എനിക്കത് ഓർക്കാതിരിക്കാൻ പറ്റൂല. കാരണം ഒരുപാട് നല്ല നല്ല പാട്ടുകൾ എനിക്ക് അദ്ദേഹമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഓർമ്മ വരുമ്പോൾ എനിക്ക് ആദ്യം പാടിയത് ഓടക്കുഴലേ 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 ഓമനത്താമര കണ്ണൻ്റെ ചുംബനപ്പൂമധു നുകർന്നവളേ. ഇതാണ് ഞാൻ ആദ്യമായിട്ട് രാഷ്ട്രീയൻ്റെ പാട്ട് ആദ്യം പാടുന്നത്.